ഹായ് ഗേസ്, എല്ലാവർക്കും പി എസ് ബട്ടർഫ്ലൈസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണുരാജ്. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ചെടിയെപ്പറ്റി പരിചയപ്പെടുത്താനാണ് വന്നത്. ആ ചെടി എന്ന് പറഞ്ഞാൽ തെറ്റിതാ. എന്താ ഇതെന്നറിയാവോ? ഇത് എന്ത് ചെടിയാണെന്നറിയാവോ? ഇത് GCCയിൽ ഒരുപാട് കാണപ്പെടുന്ന സാധനമാണ്. നമ്മുടെ നാട്ടിൽ അതിൽ കൂടുതൽ. ഇതാണ് കീഴാർനെല്ലി. ഇത് കീഴാർനെല്ലി പറയും. പല സ്ഥലത്ത് പല പേരാണ്. കീഴാർനെല്ലി, കിഴുക്കാനെല്ലി, കിഴുക്കാൽ നെല്ലി, അങ്ങനെ പല പേരുകളാണ് ഇത് ഈ ഒരു ചെടിക്ക് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഇത് കൂടുതലും മുറിവുകൾക്കും വേദനയ്ക്കും ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഗുണം അതൊന്നും അല്ല. ഇതിനൊരു പേരുണ്ട്. ഇതിനൊരു പ്രത്യേക പേര് ഉണ്ട്. ആയുസ്സിൻ്റെ മരുന്നെന്നാണ് ഇതിനെ പറയുന്നത്. ആയുസ്സിൻ്റെ മരുന്ന്. ഇത് മഞ്ഞപ്പിത്തം, പനി, ഇതിനേറ്റവും ഉത്തമമാണ് ഈ കീഴാർനെല്ലി. അതേപോലെ തന്നെ കരൾ രോഗങ്ങൾ, കിഡ്നി പ്രശ്നങ്ങൾ, ദഹന പ്രക്രിയ നല്ലതായിട്ട് നടക്കാൻ ഇതിനൊക്കെ ഏറ്റവും ഉത്തമമാണിത്. മൂത്ര തടസ്സങ്ങൾ മാറാൻ, ത്വക്ക് രോഗങ്ങൾ അല്ല സ്കിന്നിലുണ്ടാകുന്ന രോഗങ്ങൾ മാറാൻ ഇതൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഇത് വെറുതെ കഴിക്കുന്നത് പോലും നല്ലതാണ്. ഇത് സാധാരണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പാലിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞാണിത് ഉപയോഗിക്കുന്നത്. ഈ കീഴാർനെല്ലി ഇട്ട് എണ്ണ കാച്ചി തലയിൽ മുടിയെ തേക്കാമെങ്കിൽ മുടി കിളിക്കാനും ഏറ്റവും നല്ലതാണ് ഈ കീഴാർനെല്ലി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനൊരു പ്രത്യേക ഒരു ഇത് കൊടുത്തേക്കുന്നത്. ആയുസ്സിൻ്റെ മരുന്ന് എന്ന് പ്രത്യേകം ഇതിന് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. അതുപോലെ നമ്മുടെ മുറിവുകൾ, മറ്റ് വ്രണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഏറ്റവും ഉത്തമമാണ് ഈ ഒരു കീഴാർനെല്ലി എന്ന് പറഞ്ഞ ചെടി. ഇത് കാര്യം പറഞ്ഞാൽ ഞാനിതിങ്ങനെ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പം ഇതവിടെ ഇഷ്ടംപോലെ നിൽക്കുന്നു. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇത് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ഇത് കീഴാർനെല്ലിയല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ എടുത്തു. ഞാൻ ഓർത്തു, എന്നാൽ ഇന്ന് ഒരു കണ്ടൻറ്റ് ഇത് വെച്ചാവാം. കണ്ടൻറ്റ് ഇല്ലാതെ പറഞ്ഞിരിക്കുമായിരുന്നു അന്നേരം ഈ സാധനം കിട്ടിയത്. അപ്പം ഇത് വെച്ച് കണ്ടൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇത് നമ്മുടെ അച്ഛനമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി നല്ലപോലെ അറിയാം. എനിക്കറിയാത്ത കാര്യങ്ങൾ പോലും അവർക്കറിയാം. എങ്ങനെ യൂസ് ചെയ്യേണ്ട, ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന അവർക്കൊക്കെ അറിയാം. പക്ഷെ തലമുറകൾക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും കാണത്തില്ല. അപ്പം അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.